Assalamualaikum. Welcome to Zina's Homemade Recipes. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് KFC ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കൻ ലെഗ് പീസാണ്. ആദ്യം തന്നെ അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് കുറച്ച് സമയം വെള്ളം വാർക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്ത് അതിൻ്റെ മേലെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുക്കണം. ഇനി മസാല പുരട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇതിൽ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഒരു ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. നല്ല കൂർത്ത കത്തി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ഇതേപോലെ ചെയ്യാം. ഇതേപോലെ നമുക്ക് എല്ലാത്തിനും ഒന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഉള്ളിലേക്കും കൂടെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. എല്ലാത്തിനും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതൊരു പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനാദ്യം തന്നെ കോൺഫ്ലോറിൽ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം മുട്ടയുടെ വെള്ളയിലേക്കിട്ട് അതിലും ഇതേപോലെ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലതുപോലെ ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്യാം. കോൺഫ്ലേക്സിന് പകരം ഓട്സ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൽ തന്നെ ഒന്നുകൂടെ കോട്ട് ചെയ്താൽ മതിയാവും. ഏത് യൂസ് ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ചിക്കനും ഒന്ന് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് KFC റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് KFC ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക. Thank you. Assalamu alaikum.